നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BA സെമസ്റ്റർ 1ന്റെ പാഠപുസ്തകത്തിലെ ലാസ്റ്റ് മോഡ്യൂളിലെ 4ാമത്തെ മോഡ്യൂളിലെ പദവാക്യ പരിചയം എന്ന ഒരു പാഠത്തിലേക്ക് പോകാം. അതിൽ പദശുദ്ധി അകവും പുറവും പ്രൊഫസർ ഡോക്ടർ ഡേവിസ് സേവിയർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരാളുടെ മനസ്സിലെ വിചാരങ്ങൾ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് മലയാളത്തിനുണ്ട്. അപ്പൊ മലയാളം അക്ഷര സമ്പന്നത നിറഞ്ഞ അന്യഭാഷകളിലെ പദങ്ങൾ ഒരുപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തമിഴിൽ നിന്ന് ഭിന്നമാണ് മലയാളത്തിന്റെ മാർഗം. മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ധാരാളം പദങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ മലയാളിയുടെ വിശാലതയെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ ഭാഷാ സ്നേഹം, ഭാഷാഭ്രാന്താകാൻ ഒരിക്കലും മലയാളി ശ്രമിച്ചിട്ടില്ല. ഇനി ഭാഷയിലെ വ്യാകരണ നിയമങ്ങളോട് നമുക്ക് വലിയ അടുപ്പമൊന്നും ഇല്ല. അപ്പൊ വാക്കിന്റെ അർത്ഥത്തിന്റെയും ചേർച്ചയെ പറ്റിയും പ്രയോഗ വൈചിത്രത്തെ പറ്റിയും നമ്മൾ മലയാളികൾ ആലോചിക്കാറേ ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് ഒരു നാശം സംഭവിക്കുന്നുണ്ടോ എന്ന് ഇവിടെ ലേഖനകർത്താവിന് ഒരു സംശയം ഉണ്ട്. തലങ്ങനെ വിലങ്ങനെ നമ്മൾ അന്യഭാഷാ പദങ്ങൾ വിതറുന്നത് ഒരു പതിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അപകർഷതയുടെ ലക്ഷണമായിട്ടാണ് ഭാഷാ പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. കാരണം നമ്മളുടെ ഭാഷയിൽ പദങ്ങൾ കുറവായത് കൊണ്ടാണല്ലോ അന്യഭാഷാ പദങ്ങൾ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നത്. ഇനി സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഭാഷയെ ശിഥിലമാക്കിയിട്ടുണ്ട്. ഭാഷയെ അപ്പൊ എല്ലാവരെയും എഴുത്തുകാരാക്കുന്ന മാധ്യമങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങൾ. അപ്പോൾ ആർക്കും മറഞ്ഞിരുന്ന് എന്തും വിളമ്പാം, എന്തും എഴുതാം എന്നുള്ള ഒരു അവസ്ഥ സാമൂഹ്യ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപശബ്ദങ്ങളുണ്ട്, ലിപികളിൽ വ്യത്യാസമുണ്ട്, വ്യാകരണത്തിന്റെ ഭംഗി നഷ്ടപ്പെടുന്നു, അന്യഭാഷാ പദങ്ങൾ തനിഷ്ടത്തോടെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഗവനിക്കേണ്ട വിഷയങ്ങൾ അല്ലാതായി. അപ്പൊ ഭാഷ എങ്ങനെ സൃഷ്ടിക്കും, ഇതെല്ലാം ഭാഷയെ ദുഷിപ്പിക്കും എന്ന ചിന്തയ്ക്ക് തന്നെ ഇവിടെ പ്രസക്തി ഇല്ലാതായി. അപ്പൊ പദങ്ങൾ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഒരു വസ്ത്രത്തിന്റെ രൂപമാണ് ഭാഷയ്ക്കുള്ളത്. എങ്കിലും ഏത് ഭാഷയിലും തെറ്റ് ശരിയെ നിർണയിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. പ്രഭാഷണവും എഴുത്തും കർമ്മമണ്ഡലമാക്കിയവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭാഷയിൽ യഥേഷ്ടം ആളുകൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അന്യഭാഷാ പദങ്ങളും വ്യാകരണത്തിന് നിർബന്ധമില്ലായ്മയും വരുമ്പോൾ അത് ഭാഷയെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ആവശ്യാനുസരണം പദങ്ങളുടെ ആനുകാലിക ആധാന കാരണങ്ങളിൽ ഒന്നായി കരുതുന്ന, അതായത് ആവശ്യമാണ് പദങ്ങളുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുന്നതാണ്. ഇപ്പം വ്യക്തിഹത്യ എന്ന പദം ഇതുപോലെ പറയുന്നുണ്ടല്ലോ. അതായത് പരസ്പരം പഴിചാരം കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ചിലരെങ്കിലും മനഃപൂർവ്വം വ്യക്തിയെ കൊല്ലുക എന്നാണ് വ്യക്തിഹത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് ശരിക്കുള്ള അർത്ഥം ലഭിക്കണമെങ്കിൽ സ്വഭാവഹത്യയെന്നോ വ്യക്തിഹത്യയെന്നോ പ്രയോഗിക്കണം. സ്വഭാവശീലത്തെ കുറിക്കുന്നതിനാൽ സ്വഭാവഹത്യ എന്ന പദം പ്രചരിക്കുന്നില്ല. ആളെ കൊല്ലുന്നതിനേക്കാൾ വലുതാണല്ലോ സ്വഭാവഹത്യ നടക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണമാണ് പദങ്ങൾ ഉണ്ടായി വരുന്നത്. കോവിഡ് കാലത്ത് ചില പുതിയ പദങ്ങൾ നമുക്ക് വന്നു. കോവിഡേതരം, കോവിഡ് അനന്തരം എന്നൊക്കെയുള്ള വാക്യങ്ങൾ വന്നു. കോവിഡ് ഇതരവും കോവിഡ് അനന്തരവും വർജിക്കണം. കോവിഡ് ഇതരം, കോവിഡ് അനന്തരം എന്നിങ്ങനെ ചേർത്ത് എഴുതുന്നതാണ് ഭാഷയ്ക്ക് നല്ലത്. അപ്പൊ അക്ഷയ തൃതീയ ഇപ്പൊ വളരെ പ്രസിദ്ധമായ ഒന്നാണല്ലോ. അതായത് സ്വർണവും വാഹനവും ഒക്കെ വാങ്ങാൻ പറ്റിയ ദിവസം എന്നാണ് അതിന്റെ പ്രസിദ്ധി. അക്ഷയ തൃതീയ ദിനം എന്ന ശുദ്ധരൂപത്തെ അക്ഷയ തൃതീയ ദിനമാക്കുമ്പോൾ രണ്ട് തെറ്റുകൾ. ത്രതയ എന്ന പദം സംസ്കൃതത്തിലും മലയാളത്തിലും ഇല്ല. തൃതീയ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തീയതി എന്നാണ് അർത്ഥം. അപ്പോൾ ശരിയായ സംസ്കൃതം അക്ഷയ തൃതീയ ദിനം എന്നാണ്. വായന ദിനമോ വായനാ ദിനമോ അതൊരു പ്രത്യേക ചർച്ചയുള്ള കാര്യമാണ്. വായനയുടെ ദിനവും വിശേഷണങ്ങളായതിനാൽ ഇരട്ടിച്ച് വായന ദിനം എന്ന് വരേണ്ടതാണ്. എന്നാൽ വാമൊഴിയിൽ ഇരട്ടിപ്പ് വന്നതിന് പകരം ദീർഘമാണ് വന്നത്. അങ്ങനെ വായനാ ദിനം എന്നുള്ളത് പ്രചരിച്ചു. പക്ഷേ വായന മലയാള പദമായതിനാൽ വായന എന്ന് നീട്ടേണ്ടതില്ല. അപ്പം മറ്റൊരു പദം ചേരുമ്പോൾ ഹ്രസ്വം മതി. അപ്പോൾ വായന ദിനം, വായനാ വാരം എന്നിവയാണ് ശരി. യോഗത്തിന് യോഗാദിനം എന്ന് വേണ്ട, യോഗ ദിനം എന്ന് മതി. അപ്പം ജേതാവ് എന്നത് പുരസ്കാരം ലഭിക്കുന്ന എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു പദമാണ്. യുദ്ധത്തിലും മത്സരത്തിലുമൊക്കെ ജയിച്ചവനാണ് ജേതാവ്. പുരസ്കാരത്തിന്റെ പ്രകൃതത്തോട് ജേതാവ് ചേരില്ല. പുരസ്കാരം നേടിയതോ ലഭിച്ചതോ ആയ വ്യക്തി പുരസ്കൃതനാണ്. പുരസ്കാരം ലഭിച്ച സ്ത്രീ ആകട്ടെ പുരസ്കൃതയും. അപ്പം മോസ്റ്റ് ഡെലീഷ്യസ് എന്ന അർത്ഥമുള്ള പദമാണ് സ്വാദിഷ്ടം എന്ന സംസ്കൃത പദം. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാദുള്ള എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വാദിന്റെ കൂടെ ഇഷ്ടം ചേർന്നുണ്ടായതാണ് സ്വാദിഷ്ടം. അതുപോലെ ശാരീരിക പീഡനം, ഗാർഹിക പീഡനം എന്നുള്ള പീഡനങ്ങൾ നിരവധിയാണ്. എന്നാൽ ചിലർക്കെല്ലാം അത് പീഡനമാകുന്നു.
പീഡയും പീഡനവും ഒന്നല്ല. പീഡവേദന ഉണ്ടാക്കുന്നത് കേവലനാമം. പീഡനം എന്നാൽ പീഡിപ്പിക്കൽ എന്നർത്ഥമുള്ള പ്രയോജകനാമമാണ്. അപ്പം മൃദുവായ പീഡനത്തെ ഘോഷമായ പീഡനമാക്കേണ്ട കാര്യമില്ല. ബഹുഭാര്യത്വം നിരോധിക്കണം എന്ന ഘോരഘോരം ചിലർ വാദിക്കുന്നുണ്ട്. ബഹുഭാര്യത്വത്തിന് അനേകരുടെ ഭാര്യയായിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ബഹുഭാര്യത്വം എന്നാണ് പ്രയോഗിക്കേണ്ടത്. പുരുഷ മേധാവിത്വത്തിന് പുരുഷാധിപത്യം എന്ന അർത്ഥമില്ല. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. മേധാവിത്വം എന്നുള്ളത് ബുദ്ധിയുള്ള അവസ്ഥ എന്നാണ് അർത്ഥം. പുരുഷന്റെ മേൽക്കോയ്മയ്ക്ക് പുരുഷാധിപത്യം എന്നാണ് പറയേണ്ടത്. ഇനി മത്സ്യത്തെ അക്വേറിയത്തിൽ ഇടുമ്പോൾ അത് മത്സ്യബന്ധനമാകുന്നു. മീൻപിടുത്തം എന്ന അർത്ഥത്തിൽ മത്സ്യബന്ധനം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിലും മത്സ്യബന്ധനത്തേക്കാൾ നല്ലത് മീൻപിടുത്തമാണ്. പിടിത്തമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടുത്തമാണ് ശരി. പ്രചരിച്ചു പോയ ചില പദങ്ങളുണ്ട്. ഭരണക്കാർ, സാധാരണക്കാർ, സാമാന്യക്കാർ എന്നിങ്ങനെ ഉള്ളത് വ്യാകരണ ദൃഷ്ടിയ ശരിയല്ല. ഭരണകർത്താക്കൾ, സാധാരണർ, സാമാന്യർ, പരദേശികൾ എന്നിവയൊക്കെയാണ് വ്യാകരണപരമായി ശരിയായിട്ടുള്ളത്. അപ്പോൾ പ്രചരിച്ചു പോയ പദങ്ങളെ ഇനിയിപ്പോൾ നമുക്ക് മായ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കുമ്പോൾ വാക്കുകൾ വികൃതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബ്യൂട്ടീഷ്യൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമല്ല ബ്യൂട്ടീഷ. ബ്യൂട്ടീഷ്യൻ എന്നതിൻ്റെ ഒടുവിലുള്ള അൻ മലയാളത്തിലെ ലിംഗപ്രത്യയവും അല്ല. ടെക്നീഷ്യൻ, മജീഷ്യൻ തുടങ്ങിയ വാക്കുകൾ ലിംഗഭേദമില്ലാതെ മലയാളത്തിൽ ഉപയോഗിക്കാം. വനിതാ ഡോക്ടർ എന്ന പ്രയോഗത്തിന് ലേഡി ഡോക്ടറുടെ തർജിമ എന്ന നിലയിൽ തകരാറില്ല. അപ്പോൾ ഇനി പോലീസുകാരൻ, പോലീസുകാരി, ജീവനക്കാരൻ, ജീവനക്കാരി എന്നൊക്കെയുള്ളത് നമ്മൾ ലിംഗവചന പ്രകാരം ഉപയോഗിക്കുകയാണ്. ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറയുന്നത് പലരും ഭാര്യ, ഭർത്താവ്, ഭാരതം എന്നൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച മന്ത്രി എന്നെഴുതിയാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രതിനിധീകരിക്കുക എന്നതിന് പ്രതിനിധിയാക്കുക എന്നാണോ അർത്ഥം? ജില്ലയുടെ പ്രതിനിധിയായ മന്ത്രി എന്നത് എഴുതിയാൽ മതി. ഇനി ഏത് കാര്യം നേരെ ചൊവ്വേ പറഞ്ഞാൽ ഗൗരവം പോരെന്ന് കരുതുന്നവരുണ്ട്. അവരത് സംസ്കൃതത്തിൻ്റെ മട്ടിലോ ഇംഗ്ലീഷിൻ്റെ മട്ടിലോ ആണ് പരിഷ്കരിക്കുന്നത്. പോസ്റ്റ് ചെയ്തു എന്നുള്ളതിന് പോസ്റ്റ് എന്നും ക്ലിക്ക് ചെയ്തു എന്നുള്ളതിന് ക്ലിക്ക് എന്നൊക്കെ എഴുതുമ്പോൾ ഭാഷ അപകടത്തിലാകുന്നു. ഇപ്പം ഹിന്ദിയിലുള്ള ചില പദങ്ങൾ, അതായത് വൈദ്യുത ഭവനം എന്നുള്ളതിന് വൈദ്യുത ഭവൻ, ശിശുഭവനം എന്നുള്ളതിന് ശിശുഭവൻ എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നു. അപ്പം ഇങ്ങനെ മലയാള ഭാഷയിൽ കയറിക്കൂടിയ ചെറിയ ശതമാനം തെറ്റുകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. പലതും പ്രയോഗ സാധുത്വത്തിൻ്റെ പേരിൽ അംഗീകാരം നേടിയവയാണ്. അപ്പോൾ അവയുടെ ശരിയായ രൂപവും ഭാവവും ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. മലയാളം അല്ലെ, എങ്ങനെ പറഞ്ഞാൽ എന്ത്, എങ്ങനെ എഴുതിയാൽ എന്ത് എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. തെറ്റുകൾ ഇങ്ങനെ തള്ളിക്കയറാനുള്ള കാരണം അതുകൂടെയാണ്. അടിസ്ഥാന ഭാഷയും വ്യാകരണവും പഠിക്കാതെ ഏത് ബിരുദവും കൈക്കലാക്കാമെന്ന് വന്നതോടെ ഭാഷാപരമായ ശിഥിലത ആക്കം കൂടി. മത്സര പരീക്ഷകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോകുന്നതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഭാഷ പ്രയോഗിക്കുന്നതിനുള്ള സാമർഥ്യക്കുറവ് കൂടെ പ്രകടമാണ്. അപ്പം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഭാഷാശുദ്ധിയിൽ നമ്മൾ നിരന്തരം ജാഗ്രത പുലർത്തണം. ജീവിതത്തിലെ മറ്റു ശുദ്ധികൾ പോലെ ഭാഷാശുദ്ധിയിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ലേഖന ഭാഗമാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശുഭീകരിച്ചു.